നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രിയാദേവി. ആയുർവേദ ഡോക്ടറാണ്, ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻ്റാണ്, കോസ്മെറ്റോളജിസ്റ്റുമാണ്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മഴക്കാലത്ത് കുട്ടികളിൽ വരുന്ന പനിയെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായും പനി വരാനുള്ള സാധ്യത കൂടുതലാണ്. എനിക്ക് അച്ഛനമ്മമാരോട് പറയാനുള്ളത്, പനി ഉണ്ടെങ്കിൽ കഴിവതും കുട്ടിയെ സ്കൂളിൽ വിടാതെ ഇരിക്കുക. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പനി വന്നു കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം വേണ്ടത് റെസ്റ്റാണ്. സ്കൂളിൽ പോകുന്ന ഒരു ചെറിയ കുട്ടിയും അടങ്ങി ഒതുങ്ങിയിരിക്കില്ല. ഉറപ്പായും പുറത്ത് കളിക്കാൻ പോകുന്നുണ്ടാവും, മഴയത്ത് ഇറങ്ങുന്നുണ്ടാവും. പനി കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുകൂടാതെ ക്ലാസ്സിലുള്ള പനിയില്ലാത്ത മറ്റു കുട്ടികൾക്ക് പനി വരാനുള്ള സാധ്യത കൂടുതലുമാണ്. അതുകൊണ്ട് പനിയുള്ള കുട്ടിയെ നിങ്ങൾ കഴിവതും സ്കൂളിൽ വിടാതിരിക്കുക. ഇനി പനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് തരം പനിയുണ്ട്. ചെറിയ ജലദോഷപ്പനി മുതൽ നിപ്പയും ഡെങ്കുവും വരെയുള്ള കാലമാണ്. അപ്പോൾ പനി ഏത് തരത്തിലുള്ള പനിയാണെന്ന് തിരിച്ചറിയാനുള്ള അത്യാവശ്യം ഒരു അറിവ് അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഒരു 100 ഡിഗ്രിക്ക് മുകളിലുള്ള പനിയാണ് കാണുന്നതെങ്കിൽ ഒരിക്കലും വീട്ടിൽ കിട്ടുന്ന മരുന്നുകൾ കൊടുക്കുക, അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാതെ അടുത്തുള്ളൊരു ഡോക്ടറുടെ സേവനം തേടുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ല, ഒരു 100 ഡിഗ്രിക്ക് താഴെയുള്ള നമ്മൾ ലോ ഗ്രേഡ് ഫീവർ എന്ന് പറയുന്ന ഫീവറുണ്ട്. അങ്ങനത്തെ പനിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹോം റെമഡീസ് ചെയ്ത് നോക്കാം. അതായത് പനിക്കൂർക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ പനിക്കൂർക്കയിലെ നീരിൽ, വാട്ടിപ്പിഴിഞ്ഞെടുത്ത നീരിൽ മഞ്ഞൾപ്പൊടിയും തേനും ഒരു നുള്ളു കുരുമുളക് പൊടിയും ചേർത്തിട്ട് കഴിക്കാൻ കൊടുക്കാം. അത് പനി കുറയാൻ സഹായിക്കും. അതല്ല, ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ രാസ്നാദി ചൂർണ്ണം നാരങ്ങാ നീരിൽ ചാലിച്ചിട്ട് നെറുകയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ടെമ്പറേച്ചർ കുറയാനായിട്ട് സഹായിക്കും. പിന്നെ നമുക്ക് ചുക്കും മല്ലിയും പനിക്കൂർക്കയിലയും തുളസിയിലയും കുറച്ച് ജീരകവും കൂടി ചേർത്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് കരിപ്പട്ടിയോ പനഞ്ചക്കരയോ ചേർത്തിട്ട് ഇടവിട്ട് കുടിക്കാൻ കൊടുക്കുന്നതും പനി കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെറിയ രീതിയിലുള്ള പനിയാണെങ്കിൽ വീട്ടിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ടെമ്പറേച്ചർ 100ന് മുകളിൽ പോകുന്നു, 101 ആവുന്നു എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും വേഗം ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകേണ്ടതാണ്. ഇനി വേറെ ഒന്നെന്ന് പറയുന്നത് പനി വരാതെ നോക്കുക എന്നുള്ളതാണ്. അതായത് പ്രിവെൻറ്റീവായിട്ട് ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആയുർവേദം എപ്പോഴും പറയുന്നത്, ദഹനം നന്നായി ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരുവിധം രോഗങ്ങളൊന്നും വരില്ലെന്നാണ്. അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് ഫയറിനെ ഡിപ്പെൻഡ് ചെയ്താണ്, അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം എന്നാണ് ആയുർവേദം പറയുന്നത്. അത് കുട്ടികളുടെ കാര്യത്തിലും അങ്ങനെയാണ്. കുട്ടിയുടെ ദഹനം ശരിയായിട്ട് വെക്കുക എന്നുള്ളത്. മഴക്കാലമാണ്, കുട്ടികളാവുമ്പം ചോക്ലേറ്റ്സ് കഴിക്കാനും ഐസ്ക്രീം കഴിക്കാനും ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷേ മഴക്കാലത്ത് പ്രത്യേകിച്ചും അവർക്ക് തണുത്തതൊന്നും കൊടുക്കാതിരിക്കുക, തണുത്ത വെള്ളം കുടിക്കാൻ സമ്മതിക്കാതെ ഇരിക്കുക. ചൂടുള്ള ആഹാരങ്ങളും ചൂടുള്ള ഭക്ഷണങ്ങളും മാത്രം കൊടുക്കുക, ചൂടുവെള്ളം മാത്രം കുടിക്കാൻ കൊടുക്കുക. ചോക്ലേറ്റ്സ്, ബേക്കറി ഐറ്റംസ് മാക്സിമം ഒഴിവാക്കുക. കാരണം ഇതൊക്കെ ദഹനത്തെ ബാധിക്കുന്നതാണ്. ദഹനം നന്നായിരുന്നാൽ ആരോഗ്യം നന്നാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ചൂടോടെ കൊടുക്കുക. ദഹിക്കാൻ എളുപ്പമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ കൊടുക്കുക. പൊറോട്ട പോലെയുള്ള കാര്യങ്ങളല്ല, ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ദഹനം നന്നായിരിക്കും. പിന്നെ ചെയ്യാവുന്നൊരു കാര്യം, ചവനപ്രാശം കൊടുക്കുന്നത് നല്ലതാണ്. അതൊരു ടീസ്പൂൺ വീതം ഡെയിലി, അത് മഴക്കാലത്തല്ല കേട്ടോ, അല്ലാത്തപ്പോഴും ചവനപ്രാശം ഡെയിലി കൊടുക്കുന്നത് നല്ലതാണ്. അത് കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ അല്ലെങ്കിൽ 2 ടീസ്പൂൺ വരെയൊക്കെ കൊടുക്കാവുന്നതാണ്. അത് പ്രായം നോക്കിയിട്ട് ഒരു ഡോക്ടറെ നിർദ്ദേശാനുസരണം കഴിക്കേണ്ടത് നല്ലതാണ്. പിന്നെ ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടചൂർണ്ണം തേനില ചാലിച്ചിട്ട് കഴിക്കാൻ കൊടുക്കുന്നത് എപ്പോഴും കുട്ടിയുടെ ദഹനം നന്നായിരിക്കാൻ വേണ്ടി സഹായിക്കുന്നൊരു കാര്യമാണ്. അതിപ്പോൾ ഒരു 5 വയസ്സുള്ളൊരു കുട്ടിയൊക്കെ ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അഷ്ടചൂർണ്ണം തേനിൽ ചാലിച്ചിട്ട് ദിവസേന കിടക്കാൻ നേരത്തോ അല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിലോ കൊടുക്കാം. ഈ കാര്യം കുട്ടിയുടെ ദഹനം നന്നായിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം ഇതൊക്കെ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ പനി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പനി നോക്കി ഏത് തരത്തിലുള്ള പനിയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചികിത്സ ചെയ്യാൻ.